നമ്മളിൽ പലർക്കും അനുഭവപ്പെടുന്ന പക്ഷെ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാം. ഇമോഷണൽ ബേൺ ഔട്ട്. ഇതിൻ്റെ കുറച്ച് സയൻസുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ് പറയുന്നത്, നമ്മൾ ഉറക്കത്തിന് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്ന അവസ്ഥ. അതായത് നമുക്ക് ഇനഫ് സ്ലീപ്പ് കിട്ടിയിട്ടും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ എനർജി ഇല്ലാത്തൊരവസ്ഥ, ലൈക്ക് നമ്മളൊരു ബെഡ്ഷീറ്റ് പോലും മടക്കി വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഫസ്റ്റ് വൺ പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഇമോഷണലായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലായിട്ട് ഒരു നംബ്നെസ് ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ്. അതായത് നമ്മളവിടെ ഉണ്ടാവും, വി ആർ ദർ, ബട്ട് നമുക്ക് റിയലി നമ്മൾ അവിടെ ആയിരിക്കില്ല. അങ്ങനെ ഒരു നംബ്നെസ് ആയിട്ടുള്ളൊരു ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ് സെക്കൻഡ് വൺ പറയുന്നത്. തേർഡ് വൺ പറയുന്നത് ചെറിയ കാര്യങ്ങളായിരിക്കും, ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ടാസ്കുകൾ ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് ഓവർഹെൽമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇമെയിൽ ചെക്ക് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇമെയിൽ സെൻഡ് ചെയ്യാനൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്കത് ആ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു 1 വീക്കോ അല്ലെങ്കിൽ ഈവൻ 1 ഇയർ വരെ എടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ മൂന്നാമത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുന്നേ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നേ നമ്മൾ ചെയ്യുമ്പോൾ സന്തോഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥയൊക്കെ ഇതിൻ്റെ സയൻസ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ പലപ്പോഴായിട്ടും നമ്മൾ ഈ സയൻസ് നമുക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ തള്ളിക്കളയാനാണ് പതിവ്. ലൈക്ക് ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാറാണ്. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നല്ലൊരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് നമ്മൾ സീക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു റെസ്റ്റ് എന്ന് പറയുന്ന ഒരിക്കലും ലക്ഷറി ആയിട്ടുള്ള കാര്യമല്ല, അത് എല്ലാ മനുഷ്യരും നെസസിറ്റിയാണ്.